ഹലോ എവ്രി വൺ, ഞാൻ സുമി നിരഞ്ജൻ. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിലുള്ള ഡിസൈൻസിൽ ഒന്ന് വന്നേക്കുന്നത് സെമി സ്റ്റിച്ച്ഡ് പാറ്റേണിലുള്ളതാണ്. ഡിഫറെൻ്റ് ആൻഡ് യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് ഇത് വരുന്നത്. മസ്ലിൻ സിൽക്കിലും ഉണ്ട്, അതുപോലെ തന്നെ ലിനൻ സിൽക്ക് ഫാബ്രിക്കിലും വന്നിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഡിഫറെൻ്റ് ആണ്. നമുക്ക് സിംഗിൾ ഷെയ്ഡിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ചന്തേരി കോട്ടൺ ഫാബ്രിക്കിൽ ജാംദാനി വീവിങ് വന്നിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് 4 കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സെമി സ്റ്റിച്ച്ഡ് പാറ്റേണിലുള്ള നോക്കാം. ഇതിൽ നമ്മൾക്ക് നെക്കാണ് ആ സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. ബാക്കി ഇതുപോലെ ഫുള്ളായിട്ട് ഫാബ്രിക് ആയിട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഡസ്റ്റി മൗ പിങ്ക് ടോണിലോട്ടാണ്. നമുക്കൊരു ഫംഗ്ഷനും പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡിസൈനാണ്. അപ്പോൾ അതിൽ നെക്കിന് ചുറ്റും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ബീഡ്സ് ഇട്ടിട്ടുള്ള ഷുഗർ ബീഡ്സ് ഇട്ടിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് ഫ്രണ്ടിലും വരുന്നുണ്ട്, ഇതുപോലെ ബാക്കിലും വന്നിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് പോർഷനിലുള്ള ഫ്ലോറൽ പാറ്റേൺസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബീഡും കൊണ്ട്, ആ ഷുഗർ ബീഡും കൊണ്ട് തന്നെയുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ താഴേക്ക് ഇതുപോലെ ഓർഗാൻസ ഫാബ്രിക്കും കൊണ്ടുള്ള ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണിങ്ങനെ ടോപ്പ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഇതിൻ്റെ ഓർഗാൻസ ഫാബ്രിക്കിലാണ്, വിസ്കോസ് ഓർഗാൻസയിലാണ് വന്നേക്കുന്നത്. അതിലും ആ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻസ് ഉണ്ട്. ചുറ്റും ലേസ് പാറ്റേൺ, ആ ഓർഗാൻസ ലേസും കൊണ്ടുള്ള സ്കാലപ്പ് ലേസ് ചുറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഷാൻറ്റൂണിലാണ്, സെയിം കളർ ടോണിൽ. ഇതൊരു ഡിസൈൻ. ഇതൊരു ക്ലാസി ഷെയ്ഡിൽ ഒരു ബേജ് ടോണിലോട്ടാണ്, ഒരു ക്രീമിഷ് ബേജിലേക്കാണ് വന്നേക്കുന്നത്. ഇതിലും മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. നെക്കിന് ചുറ്റും ഇതിലോട്ടും വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺ, ഒരു ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കാണ്, ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഡിഫറെൻ്റ് ആൻഡ് യൂണീക്കായിട്ട് നിൽക്കും. ദുപ്പട്ട ഇതിലേക്ക് വരുന്നത് മസ്ലിൻ സിൽക്കിൽ തന്നെയാണ്. മസ്ലിൻ സിൽക്കിൽ ഈ ഒരു പാറ്റേണിലാണ് സ്ട്രൈപ്സും അതുപോലെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ ആയിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ബോട്ടം വന്നിരിക്കുന്നത് അതുപോലെ ബേജ് ആ ടോണിലോട്ട് തന്നെയാണ്. അത് ഷാൻറ്റൂൺ ഫാബ്രിക്കിലാണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലോട്ട് ലിനൻ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഇതും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നെക്കിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ്, അതായത് താഴെയുള്ള ഡിജിറ്റൽ പ്രിൻസിലുള്ള കളേഴ്സിൻ്റെ പോലെ മൾട്ടി ഷെയ്ഡ്സിലുള്ള ഡിസൈനാണ്. നെക്കിന് ചുറ്റും സ്കാലപ്പ് പാറ്റേണും സീക്വൻസും അതുപോലെ കട്ട് ബീഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് എംബ്രോയ്ഡറി ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ താഴേക്ക് ആ മൾട്ടി കളറിലുള്ള ഡിജിറ്റൽ പ്രിൻ്റ് ഫ്ലോറൽ അബ്സ്ട്രാക്ട് ഡിസൈനും അതുപോലെ അതും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ നെഗറ്റീവ് പ്രിൻറ്റിങ് പാറ്റേണിലാണ് ബാക്ക് സൈഡ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും ലിനൻ സിൽക്കിലാണ്. കുറച്ചുകൂടെ തിന്നായിട്ടുള്ള ലിനൻ സിൽക്ക് ഫാബ്രിക്കിലാണ്, കൊണ്ട് കുറച്ചുകൂടെ ഫ്ലോയി ആയിട്ട്. അതുപോലെ ഇതിലേക്ക് സ്ട്രൈപ്സും വന്നിട്ടുണ്ട്. അബ്സ്ട്രാക്ട് ഫ്ലോറൽ ഡിസൈനും വരുന്നുണ്ട്. 4 കോർണറിലായിട്ട് ടാസൽസും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂൺ ഫാബ്രിക്കിലാണ്. പിന്നെ നമുക്ക് ജാംദാനി പാറ്റേണിലുള്ള ഡിസൈൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വന്നേക്കുന്ന ഒരു ഡസ്റ്റി ഐസ് ബ്ലൂ ടോണിലോട്ടാണ്. ഇത് ഫാബ്രിക് വന്നിരിക്കുന്നത് ചന്തേരി കോട്ടൺ മെറ്റീരിയലിലാണ്. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇതിനോട് ഒരു കോമ്പിനേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഒരു ബ്ലൂ, ടർക്കോയ്സ് ബ്ലൂ ആൻഡ് അതുപോലെ നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ജാംദാനി വീവിങ് വന്നിട്ടുണ്ട്. യോക്കിലേക്ക് ബോർഡർ കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്നിട്ടുണ്ട്, ത്രെഡ് ഹാൻഡ് വർക്ക്. പിന്നെ താഴെ ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നുണ്ട്. ഫ്ലോറൽ പാറ്റേണിലുള്ള ജാംദാനി വീവിങ് ആണ്. എന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവ്സിലേക്ക് ഫ്രണ്ട് പോർഷനിലുള്ള പോലെ ആ ഒരു ബൂട്ട വീവിങ്ങും വന്നിട്ടുണ്ട്. എൻഡിലേക്ക് ബോർഡറും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ഫിനിഷിലുള്ള ബോർഡറാണ് ഈവൻ ടോപ്പിൻ്റെ ഹെം ലൈനിലായിട്ടും സ്ലീവിൻ്റെ എൻഡിലോട്ടും വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ്, ചന്തേരി കോട്ടൺ ആണ്. കുറച്ചുകൂടെ പക്ഷേ ലൈറ്റ് ആയിട്ടുള്ള ചന്തേരി കോട്ടണിലാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറൽസ് വരുന്നുണ്ട്, ബുട്ടാസ് വരുന്നുണ്ട്. അപ്പോൾ അതും ആ ഒരു ജാംദാനി വീവിങ് ആണ് കംപ്ലീറ്റ്ലി വരുന്നത്. ഇടയ്ക്കൂടെ ചെറിയ ഗോൾഡൻ വീവിങ് കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്ലോറൽസിലെല്ലാം. പിന്നെ ഏറ്റവും എൻഡിലായിട്ട് ഗോൾഡൻ ബോർഡറും വരുന്നുണ്ട്. ടാസൽസ് നല്ല ഭംഗിയായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻറ്റൂൺ. ഈ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് ക്രീം യെല്ലോ കളറിലോട്ടാണ്. അപ്പോൾ ഇതിനകത്തും ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള ജാംദാനി വീവിങ് ആണ്. അതിലേക്കൊരു മെറൂണും വന്നിട്ടുണ്ട്, മിഡ് നൈറ്റ് ബ്ലൂ, പിന്നെ സേജ് ഗ്രീൻ കോമ്പിനേഷനാണ്. ടാസൽസ് എല്ലാം ആ ഒരു പാറ്റേണിൽ തന്നെ. അടുത്തത് ചിക്കു ഷെയ്ഡാണ്. ഇതിലേക്ക് ആ മെറൂൺ കളർ കോമ്പിനേഷനാണ് വീവിങ്സ് പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഗോൾഡൻ വീവിങ് എല്ലാം ആയിട്ടുള്ള സെയിം ഡിസൈൻ തന്നെ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് ടോണിലോട്ടാണ്. അപ്പോൾ ഇതിലേക്കൊരു പേർപ്പിൾ ഷെയ്ഡിലുള്ള ത്രെഡും ജാംദാനി വീവിങ്ങിന് വന്നേക്കുന്നത്. അതുപോലെ ഒരു ബ്രൈറ്റ് പിങ്ക് കളറിലുള്ള ത്രെഡ് വീവിങ് ആണ് വന്നേക്കുന്നത്. അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സിൽ ഇന്ന് കണ്ട ഡിസൈൻസ് എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.